ഇന്നത്തെ വീഡിയോയില് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സോസിന്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് പാലിലാണ് കുഴച്ചെടുക്കുന്നത്. പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ മാവ് റെഡിയാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അങ്ങനെ ചെയ്താലേ നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മാവിനും നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പൊ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ട് ആദ്യം ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള ഉള്ളിയെല്ലാം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുക്കാം. ഇതിപ്പോ വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം തന്നെ ഇട്ട് കൊടുത്തോ. അപ്പൊ ഇതുപോലെ നമ്മൾ ഉള്ളിന്റെ കൂടെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു പച്ചമുളകും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ്. അപ്പൊ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത വേവിക്കാത്ത ചിക്കൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്കിതാ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഇതുപോലെ വേവിക്കാത്ത ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതിന്റെ ടേസ്റ്റ് പിടിക്കൂല. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്തോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയ സോസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഫുള്ള് മസാലയും ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പൊ ഇതാ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. മാവ് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 2 ബോളാക്കിയിട്ട് നമുക്ക് ഓരോരോ ബോളും എടുത്തിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കെല്ലാം പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി തിന്നായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു കട്ടറോ ഇതുപോലത്തെ ഒരു പാത്രം മറ്റും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഇഡ്ലി ചെമ്പില് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഇഡ്ലി തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. സാധാരണ മോമോസ് ഉണ്ടാക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാത്തിലും മാവ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ പിന്നെയും പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കാനുണ്ട്. അപ്പൊ സോസിനായിട്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് സോയ സോസും 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരു തക്കാളി മിക്സിയിൽ അരച്ചിട്ട് അതുകൂടി ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. സോസ് റെഡിയാവും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സോസാണ് കേട്ടോ. മോമോസിന് നല്ല മാച്ച് ആയിട്ടുള്ള ഒരു സോസാണിത്. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോസും മോമോസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നോമ്പിന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അധികം ഓയിലൊന്നും വേണ്ടാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.